ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം അടുത്ത മാസമാണല്ലേ CSEBയുടെ ഒരു എക്സാം വരുന്നത്, ജൂനിയർ ക്ലർക്ക് കാഷ്യർ. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസ് നടക്കുന്നുണ്ടാവും, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ നിങ്ങളൊക്കെ. സോ നിങ്ങളുടെ പ്രിപ്പറേഷൻസിനെ ഒന്നുകൂടി ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം സാധാരണഗതിയിൽ 3 മാസത്തെ ഇടവേളയിലാണ് ഇത്തരത്തിൽ എക്സാമുകൾ വരുന്നത്. അപ്പോൾ ഈ 3 മാസത്തെ ഇടവേളകളിൽ എക്സാമിന് വേണ്ടി നല്ല രീതിയിൽ പഠിക്കുന്ന ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ എന്താണ് CSEB എക്സാം എന്ന് അറിയാതെ ആദ്യമായി നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. ഇങ്ങനെ ഒരുപാട് വിധത്തിലുള്ള ഉദ്യോഗാർത്ഥികൾ നമുക്ക് ചുറ്റുണ്ടാവും അല്ലേ. അപ്പോൾ നിങ്ങളെയൊക്കെ നല്ല രീതിയിൽ സഹായിക്കാൻ എങ്ങനെ, അതായത് ആദ്യമായി പഠിച്ചു തുടങ്ങുന്നവരെയും അപ്പോൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരെയും ഒക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫ്രീ വെബിനാർ എന്തുമായി ബന്ധപ്പെട്ട ഡൗട്ട് ക്ലിയറിംഗ് സെഷനാണ്. അതായത് CSEB എക്സാമുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള ഡൗട്ടുകളും ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ലൈവ് സെഷനുകൾ. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ CSEBയുടെ എക്സാമിന് 3 മാസം കൂടുമ്പോഴാണ് വരിക. അപ്പോൾ കൂടുതലും അതിനകത്ത് കട്ട് ഓഫ് മാർക്കിലേക്ക് എത്താൻ എന്ത് ചെയ്യണം, നമുക്കറിയാം അവിടെ സബ്ജക്റ്റ് വൈസ് ഒക്കെ ഒരുപാട് ഏരിയകൾ നമുക്ക് കവർ ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കട്ട് ഓഫ് എത്തുക എന്ന് മാത്രം കൂടിയല്ല, റാങ്കിലേക്ക് എത്തുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അപ്പോൾ വിദഗ്ധരായ അധ്യാപകർ നമുക്ക് നല്ല രീതിയിലുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, പഠിച്ചതിൽ നിന്നും അത് ഒരു റാങ്കിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ മാക്സിമം ശ്രമിക്കാം അല്ലേ. സോ അത്തരത്തിൽ വെറും കട്ട് ഓഫ് അല്ല, മറിച്ച് റാങ്ക് തന്നെയാണ് നമ്മൾ ലക്ഷ്യം. റാങ്കിലേക്ക് എത്തുക എന്നാണ് നമ്മൾ ഏറ്റവും വലിയ ലക്ഷ്യം വരുന്നത്. സോ അതിന് സഹായിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഇവിടെ ഒരു ലൈവ് സെഷൻ വന്നിരിക്കുന്നത്. നോക്കൂ, ഇവിടെ ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷനാണ്, അതും സിലബസ് ഡിസ്കഷനും. നിങ്ങൾക്കറിയാം CSEBയുടെ പ്രധാനമായുള്ള ഏരിയകളും ഫോക്കസ് ഏരിയകളൊക്കെ അതിനകത്തുണ്ട് അല്ലേ. അപ്പോൾ അത്തരത്തിൽ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് സിലബസിനെ കറക്റ്റ് എന്ന രീതിയിൽ ഡിസ്കസും കൂടി ചെയ്ത് നമുക്ക് പഠിക്കുന്ന സമയത്ത് ഓരോ ഏരിയയും നമുക്ക് തറോ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ വേണ്ടി പറ്റും. മറ്റൊരു കാര്യം കൂടി പറയട്ടെ, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വരുന്ന A to Z ഡൗട്ടുകൾ അല്ലേ, ഒരുപാട് ഡൗട്ട്, ചിലപ്പോൾ സബ്ജക്റ്റ് ആയിട്ടുള്ള ഡൗട്ടുകൾ ഉണ്ടാവും, എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ട് ഉണ്ടാവും. എത്ര മാർക്കിനാണ് എക്സാം ഉണ്ടാവുക, അല്ലെങ്കിൽ എത്ര ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക, എത്ര മാർക്ക് വാങ്ങിയാലാണ് കട്ട് ഓഫ്, സാധാരണ പ്രീവിയസ് ഇയറിൻ്റെ അതായത് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ വരുന്ന എക്സാമുകളുടെ കട്ട് ഓഫ് എത്രയാണ്, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അതായത് പീരിയോഡിക് ആയിട്ടാണ് നമ്മൾ എക്സാം വരുന്നത്. സോ അങ്ങനെ കട്ട് ഓഫിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ, ഏതൊക്കെ ഏരിയ ആയിരിക്കാം കൂടുതൽ ഫോക്കസ് ചെയ്യണത്, ഇങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ടാവും എക്സാമിൻ്റെ സബ്ജക്റ്റുമായിട്ടും അല്ലാതെയായിട്ടും അല്ലേ. സോ ഇത്തരത്തിലുള്ള എല്ലാ വിധത്തിലുള്ള സംശയങ്ങൾക്കും നമുക്ക് അന്നത് ഉത്തരം കണ്ടെത്താൻ സാധിക്കണം. അപ്പോൾ ഈ ഡേറ്റ് ഓർത്തു വെച്ചോളൂ, ജനുവരി 13-നാണ്. ജനുവരി 13-ാം തീയതി 9 മണിക്ക് ആതിര മിസ്സാണ് ഈ ഒരു ലൈവിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ അവസരം മാക്സിമം പാഴാക്കരുത്. കാരണം എന്താണ്, നിങ്ങൾക്കുള്ള എല്ലാ ഡൗട്ടുകളും നമുക്കറിയാം എക്സാമിന് അത്ര ദിവസമേ ഉള്ളൂ അല്ലേ. കറക്റ്റായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ നമുക്ക് ഇവിടെ ഉള്ളൂ. സോ ആ ദിവസങ്ങളിൽ കറക്റ്റായിട്ട് നമ്മൾ ഓറിയൻറ്റഡ്, അതായത് ഫോക്കസ് ഏരിയകളെയും സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ പ്രോപ്പറായിട്ട് നമുക്ക് റാങ്കിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. അപ്പോൾ റാങ്ക് സ്വപ്നമായിട്ടും അതേപോലെ ആദ്യമായിട്ട് ഈ ഒരു എക്സാമിനെ ഫേസ് ചെയ്യുന്നവരൊക്കെ ഈ ഒരു ലൈവ് സെഷൻ ഒരിക്കലും പാഴാക്കരുത്, മാക്സിമം ഇതിന് പങ്കെടുക്കുക. കൂടാതെ ഒരു കാര്യം കൂടി പറയാം, ഫ്രീ ആയുള്ള ലൈവും കൂടിയാണ് അല്ലേ. എല്ലാവരും നല്ല രീതിയിൽ പങ്കെടുക്കുക, നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുക. ആ ക്ലിയർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. നിങ്ങളോടൊപ്പം എന്നും CC ഉണ്ട്, നിങ്ങളെ റാങ്കിലെത്തിക്കാനും CC നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു അവസരം പാഴാക്കാതെ പങ്കെടുക്കുക. ഈ ഒരു വെബിനാറിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണിക്കുന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുക. താങ്ക്